2024 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 44 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയതാര്? എ. പീലാത്തോസ്, ബി. ഹെറോദേസ്, സി. ഫരിസേയൻ, ഡി. പുരോഹിത പ്രമുഖൻ. ശരിയുത്തരം എ. പീലാത്തോസ്. രണ്ടാമത്തെ ചോദ്യം, ഏതു ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ട സംഭവമാണ് യേശു പറഞ്ഞത്? എ. ബെത്സൈദയിലെ, ബി. ഈജിപ്തിലെ, സി. ഗലീലിയിലെ, ഡി. സിലോഹായിലെ. ശരിയുത്തരം ഡി. സിലോഹായിലെ. മൂന്നാമത്തെ ചോദ്യം, ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിൽ കൃഷിക്കാരൻ യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ എന്തു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എ. ഞാനത് വെട്ടിക്കളയാം, ബി. നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക, സി. വീണ്ടും ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ, ഡി. ഞാനത് വെട്ടിക്കളയിപ്പിച്ചുകൊള്ളാം. ശരിയുത്തരം ബി. നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നാലാമത്തെ ചോദ്യം, സാബത്തിൽ യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ 18 വർഷമായി എന്തു ബാധിച്ച് രോഗിണിയായി കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. പക്ഷാഘാതം ബാധിച്ച്, ബി. പിശാചു ബാധിച്ച്, സി. തളർച്ച ബാധിച്ച്, ഡി. ആത്മാവ് ബാധിച്ച്. ശരിയുത്തരം ഡി. ആത്മാവ് ബാധിച്ച്. അഞ്ചാമത്തെ ചോദ്യം, 18 വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിണിയായി കൂനിപ്പോയ സ്ത്രീയെ യേശു അടുത്തു വിളിച്ച് എന്തു പറഞ്ഞാണ് സുഖപ്പെടുത്തിയത്? എ. ആത്മാവിനോട് പുറത്തു പോകാൻ, ബി. അശുദ്ധാത്മാവിനെ ശാസിച്ച്, സി. സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നു നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഡി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയുത്തരം സി. സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നു നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആറാമത്തെ ചോദ്യം, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞതാര്? എ. സിനഗോഗ് അധികാരി, ബി. ഫരിസേയർ, സി. നിയമജ്ഞർ, ഡി. പീലാത്തോസ്. ശരിയുത്തരം എ. സിനഗോഗ് അധികാരി. ഏഴാമത്തെ ചോദ്യം, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ലജ്ജിതരായത് ആരെല്ലാം? എ. ജനക്കൂട്ടം മുഴുവൻ, ബി. യേശുവിൻ്റെ പ്രതിയോഗികൾ, സി. പുരോഹിത പ്രമുഖർ, ഡി. ഗലീലിയക്കാർ. ശരിയുത്തരം ബി. യേശുവിൻ്റെ പ്രതിയോഗികൾ. എട്ടാമത്തെ ചോദ്യം, കടുകുമണിയും പുളിമാവും എന്തിനു സദൃശ്യമാണെന്നാണ് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. ദൈവരാജ്യം, ബി. ഫലം തരാത്ത അത്തിവൃക്ഷം, സി. ഇടുങ്ങിയ വാതിൽ, ഡി. ആകാശത്തിലെ പക്ഷികൾ. ശരിയുത്തരം എ. ദൈവരാജ്യം. ഒൻപതാമത്തെ ചോദ്യം, യേശുവിനോട് ഒരുവൻ എന്തു ചോദിച്ചപ്പോഴാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ എന്ന് യേശു പറഞ്ഞത്? എ. എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, ബി. കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ, സി. കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ, ഡി. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ശരിയുത്തരം സി. കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ. പത്താമത്തെ ചോദ്യം, ആരെല്ലാം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? എ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും, ബി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും മോശയും, സി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സക്കറിയായും, ഡി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും യോനായും. ശരിയുത്തരം എ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. 11-ാമത്തെ ചോദ്യം, ഇവിടെ നിന്ന് പോവുക, ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു, യേശുവിനോട് ഇത് പറഞ്ഞതാര്? എ. നിയമജ്ഞർ, ബി. പുരോഹിത പ്രമുഖർ, സി. ജനങ്ങൾ, ഡി. ഫരിസേയർ. ശരിയുത്തരം ഡി. ഫരിസേയർ. 12-ാമത്തെ ചോദ്യം,
കുറുക്കൻ എന്ന യേശു ഫരിസേയരോട് പറയുന്നത് ആരെക്കുറിച്ചാണ്? എ. ഹെറോദസ്, ബി. പീലാത്തോസ്, സി. സിനഗോഗ് അധികാരി, ഡി. വിരുന്നിൻ്റെ ഉപമയിലെ യജമാനൻ. ശരിയുത്തരം എ. ഹെറോദസ്. 13-ാമത്തെ ചോദ്യം, എന്തു പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എ. ഞങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ബി. കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. സി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഡി. ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ശരിയുത്തരം സി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. 14-ാമത്തെ ചോദ്യം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ ഏതു പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? എ. ഗലീലിയായെ, ബി. ജെറുസലേമിനെ, സി. സോദോമിനെ, ഡി. കഫർനാമിനെ. ശരിയുത്തരം ബി. ജെറുസലേമിനെ. 15-ാമത്തെ ചോദ്യം, ഒരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ഫരിസേയരോട് നിയമജ്ഞരോടുമായി ചോദിച്ചതെന്ത്? എ. ഉപ്പ് ഉറകെട്ട് പോയാൽ അതിനെങ്ങനെ ഉറകൂട്ടും? ബി. നീ സദ്യ നടത്തുമ്പോൾ ആരെയാണ് ക്ഷണിക്കേണ്ടത്? സി. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? ഡി. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? ശരിയുത്തരം ഡി. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ. 16-ാമത്തെ ചോദ്യം, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? യേശു ഇപ്രകാരം നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചത് ആരെ സുഖപ്പെടുത്തിയതിനു ശേഷമാണ്? എ. മഹോദര രോഗിയെ, ബി. കൂനുള്ള സ്ത്രീയെ, സി. പിശാചു ബാധിച്ച ബാലനെ, ഡി. അന്ധനായ മനുഷ്യനെ. ശരിയുത്തരം എ. മഹോദര രോഗിയെ. 17-ാമത്തെ ചോദ്യം, എപ്പോഴാണ് യേശു അതിഥിക്കും ആതിഥേയനും ഉപദേശമായുള്ള ഉപമ പറഞ്ഞത്? എ. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാനെന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ, ബി. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ, സി. തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഫരിസേയൻ ക്ഷണിച്ചപ്പോൾ, ഡി. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയുത്തരം ബി. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ. 18-ാമത്തെ ചോദ്യം, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ തുടങ്ങിയവരെ ക്ഷണിച്ചാൽ നീ എങ്ങനെയുള്ളവനായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? എ. സത്യസന്ധൻ, ബി. നീതിമാൻ, സി. ഭാഗ്യവാൻ, ഡി. വിശാല മനസ്കൻ. ശരിയുത്തരം സി. ഭാഗ്യവാൻ. 19-ാമത്തെ ചോദ്യം, സദ്യ നടത്തുമ്പോൾ ആരെ ക്ഷണിച്ചാലാണ് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത്? എ. ദരിദ്രരെ, മുടന്തരെ, കുരുടരെ, നിയമജ്ഞരെ, ബി. ദരിദ്രരെ, വികലാംഗരെ, മുടന്തരെ, കുരുടരെ, സി. വികലാംഗരെ, ദരിദ്രരെ, മുടന്തരെ, ശിഷ്യന്മാരെ, ഡി. മുടന്തരെ, കുരുടരെ, വികലാംഗരെ, പുരോഹിത പ്രമുഖരെ. ശരിയുത്തരം ബി. ദരിദ്രരെ, വികലാംഗരെ, മുടന്തരെ, കുരുടരെ. 20-ാമത്തെ ചോദ്യം, ഒരുവൻ യേശുവിനോട് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞ ഉപമ? എ. വിതക്കാരൻ്റെ ഉപമ, ബി. പുളിമാവിൻ്റെ ഉപമ, സി. ഭോഷനായ ധനികൻ്റെ ഉപമ, ഡി. വിരുന്നിൻ്റെ ഉപമ. ശരിയുത്തരം ഡി. വിരുന്നിൻ്റെ ഉപമ. 21-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് വിരുന്നിൻ്റെ ഉപമയിലെ യജമാനൻ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്ന് ദാസനോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്? എ. ഭക്ഷണം ധാരാളമുണ്ടായിരുന്നതിനാൽ, ബി. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ലാത്തതിനാൽ, സി. ക്ഷണിക്കപ്പെട്ടവരിൽ ചിലർ ഒഴികഴിവ് പറഞ്ഞതിനാൽ, ഡി. പെരുവഴികളിലും ഇടവഴികളിലും ധാരാളം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ. ശരിയുത്തരം ബി. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ലാത്തതിനാൽ. 22-ാമത്തെ ചോദ്യം, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, എന്തിനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എ. സമ്പത്തിനെ തന്നെയും, ബി. ചുറ്റുപാടുമുള്ളവരെ തന്നെയും, സി. സ്വന്തം ആരോഗ്യത്തെ തന്നെയും, ഡി. സ്വജീവനെ തന്നെയും. ശരിയുത്തരം ഡി. സ്വജീവനെ തന്നെയും. 23-ാമത്തെ ചോദ്യം, എന്തെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? എ.
സഹോദരങ്ങളെ, ബി മാതാപിതാക്കളെ, സി തനിക്കുള്ളതെല്ലാം, ഡി സമ്പാദ്യങ്ങളെ. ശരിയുത്തരം സി തനിക്കുള്ളതെല്ലാം. 24-ാമത്തെ ചോദ്യം. 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള തലക്കെട്ടിൻ്റെ അവസാനത്തെ വാചകം ഏത്? എ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ബി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സി മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ഡി സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശരിയുത്തരം ബി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 25-ാമത്തെ ചോദ്യം. ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ട് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമയേത്? എ കാണാതായ ആടിൻ്റെ ഉപമ, ബി ധൂർത്തപുത്രൻ്റെ ഉപമ, സി ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ, ഡി അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ. ശരിയുത്തരം എ കാണാതായ ആടിൻ്റെ ഉപമ. 26-ാമത്തെ ചോദ്യം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? എ സ്വർഗത്തിൽ, ബി അനുതപിക്കുന്ന പാപിയുടെ ഭവനത്തിൽ, സി ഭൂമിയിൽ, ഡി അനുതാപം ആവശ്യമില്ലാത്തവരുടെ ഭവനത്തിൽ. ശരിയുത്തരം എ സ്വർഗത്തിൽ. 27-ാമത്തെ ചോദ്യം. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയ പുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? എ അന്യദേശത്ത്, ബി ആടുമേയ്ക്കാൻ, സി വയലിൽ, ഡി കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ. ശരിയുത്തരം സി വയലിൽ. 28-ാമത്തെ ചോദ്യം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്നാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്? എ ദൈവത്തിൻ്റെ മുമ്പിൽ, ബി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ, സി മാലാഖമാരുടെ മുമ്പിൽ, ഡി കാണാതായ നാണയത്തിൻ്റെ ഉടമയുടെ മുമ്പിൽ. ശരിയുത്തരം ബി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. 29-ാമത്തെ ചോദ്യം. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയപുത്രൻ പിതാവിനോട് എന്തു പറഞ്ഞപ്പോഴാണ് പിതാവ് സ്വത്ത് അവർക്കായി ഭാഗിച്ചത്? എ എനിക്ക് കുറച്ച് പണം തരിക, ബി സ്വത്തിൽ പാതി എനിക്ക് തരിക, സി സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക, ഡി എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്. ശരിയുത്തരം സി സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. 30-ാമത്തെ ചോദ്യം. സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും പാപം ചെയ്തതുകൊണ്ട് എന്തിനു യോഗ്യതയില്ല എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് പറഞ്ഞത്? എ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെടാൻ, ബി തിരിച്ചു വരാൻ, സി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ, ഡി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ. ശരിയുത്തരം ഡി നിന്റെ പുത്രനെന്നു വിളിക്കപ്പെടാൻ. 31-ാമത്തെ ചോദ്യം. ധൂർത്തപുത്രൻ പിതാവിൻ്റെ മുൻപിൽ പറയാൻ തീരുമാനിച്ചിട്ട് പറയാതെ പോയ കാര്യം എന്താണ്? എ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, ബി നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, സി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, ഡി ഞാനിവിടെ വിശന്നു മരിക്കുന്നു. ശരിയുത്തരം ബി നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. 32-ാമത്തെ ചോദ്യം. തിരിച്ചു വന്ന ഇളയപുത്രനെ പിതാവ് എന്തെല്ലാം അണിയിച്ചാണ് സ്വീകരിച്ചത്? എ വസ്ത്രം, മോതിരം, കിരീടം, ബി വസ്ത്രം, മാല, ചെരിപ്പ്, സി മോതിരം, മാല, ചെരിപ്പ്, ഡി വസ്ത്രം, മോതിരം, ചെരിപ്പ്. ശരിയുത്തരം ഡി വസ്ത്രം, മോതിരം, ചെരിപ്പ്. 33-ാമത്തെ ചോദ്യം. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. ആരോട് പറഞ്ഞു? എ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയപുത്രൻ പിതാവിനോട്, ബി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തപുത്രൻ പിതാവിനോട്, സി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയപുത്രൻ മൂത്തപുത്രനോട്, ഡി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയപുത്രൻ അഭയം തേടിയ പൗരനോട്. ശരിയുത്തരം ബി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തപുത്രൻ പിതാവിനോട്. 34-ാമത്തെ ചോദ്യം. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ആരോടുള്ള വാക്കുകൾ? എ ലാസറിനോടുള്ള, ബി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയ മകനോട്, സി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകനോട്, ഡി വിരുന്നിൻ്റെ ഉപമയിലെ ദാസനോട്. ശരിയുത്തരം സി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകനോട്. 35-ാമത്തെ ചോദ്യം. തിരിച്ചു വന്ന സഹോദരനെതിരെ മൂത്ത മകൻ എന്താണ് ആരോപിക്കുന്നത്?
എ. വേശ്യകളോട് കൂട്ടുചേർന്ന് പിതാവിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ചു. ബി. സ്വത്തിൽ അവൻ്റെ ഓഹരി അവൻ വാങ്ങിച്ചല്ലോ. സി. ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. ഡി. അവനെ മേൽത്തരം വസ്ത്രം ധരിപ്പിച്ചല്ലോ. ശരിയുത്തരം എ. വേശ്യകളോട് കൂട്ടുചേർന്ന് പിതാവിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ചു. 36-ാമത്തെ ചോദ്യം. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിൽ കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതി ലഭിച്ച യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞതെന്ത്? എ. നീതിരഹിതനായ കാര്യസ്ഥനാണ്. ബി. നീ കൗശലപൂർവ്വം പ്രവർത്തിച്ചു. സി. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ഡി. അധാർമിക സമ്പത്തുകൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. ശരിയുത്തരം സി. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. 37-ാമത്തെ ചോദ്യം. അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്നത്? എ. അബ്രാഹം. ബി. അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ. സി. ധനവാൻ. ഡി. ധാർമ്മിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ. ശരിയുത്തരം ബി. അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ. 38-ാമത്തെ ചോദ്യം. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ആര് ആരോട് പറഞ്ഞു? എ. യേശു യഹൂദരോട്. ബി. യേശു നിയമജ്ഞരോട്. സി. യേശു പുരോഹിത പ്രമുഖന്മാരോട്. ഡി. യേശു ഫരിസേയരോട്. ശരിയുത്തരം ഡി. യേശു ഫരിസേയരോട്. 39-ാമത്തെ ചോദ്യം. നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. പത്രോസ്. ബി. യോഹന്നാൻ. സി. പീലാത്തോസ്. ഡി. സോളമൻ. ശരിയുത്തരം ബി. യോഹന്നാൻ. 40-ാമത്തെ ചോദ്യം. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. ബി. നിയമം മാറ്റിയെഴുതുന്നത്. സി. നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്. ഡി. നിയമത്തെ തള്ളിക്കളയുന്നത്. ശരിയുത്തരം എ. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. 41-ാമത്തെ ചോദ്യം. ഞാൻ എവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്നാണ് ധനവാൻ പറഞ്ഞത്? എ. നരകത്തിൽ. ബി. അഗ്നിജ്വാലയിൽ. സി. പീഡകളുടെ സ്ഥലത്ത്. ഡി. പിതൃഭവനത്തിൽ. ശരിയുത്തരം ബി. അഗ്നിജ്വാലയിൽ. 42-ാമത്തെ ചോദ്യം. മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ആരുടെ വാക്കുകൾ? എ. പത്രോസിൻ്റെ. ബി. ദൈവത്തിൻ്റെ. സി. ദൈവദൂതന്മാരുടെ. ഡി. അബ്രാഹത്തിൻ്റെ. ശരിയുത്തരം ഡി. അബ്രാഹത്തിൻ്റെ. 43-ാമത്തെ ചോദ്യം. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്തു സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ധനവാനോട് അബ്രാഹം പറഞ്ഞത്? എ. വേലി. ബി. മതിൽ. സി. ഗർത്തം. ഡി. തുരങ്കം. ശരിയുത്തരം സി. ഗർത്തം. 44-ാമത്തെ ചോദ്യം. ലാസറിനെ സാക്ഷ്യം നൽകുന്നതിനായി പിതൃഭവനത്തിലേക്ക് അയക്കാൻ ധനവാൻ പറഞ്ഞപ്പോൾ അവർക്ക് ആരുണ്ടെന്നാണ് അബ്രാഹാം പറഞ്ഞത്? എ. മോശയും പ്രവാചകന്മാരും. ബി. മറ്റു സഹോദരങ്ങൾ. സി. സുഹൃത്തുക്കൾ. ഡി. പിതൃഭവനത്തിലുള്ളവർ. ശരിയുത്തരം എ. മോശയും പ്രവാചകന്മാരും. ഈ 4 അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട അധ്യായം വാക്യം അടങ്ങിയ ചോദ്യങ്ങളാണ്. അധ്യായം വാക്യം ബൈബിളിൻ്റെ പല എഡീഷനുകളിലും വ്യത്യാസപ്പെട്ട് കാണുന്നത് കൊണ്ടാണ് ഇപ്രകാരം നൽകിയിരിക്കുന്നത്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അധ്യായം വാക്യം ലൂക്ക 14-ാം അധ്യായം 11-ാം വാക്യം. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അധ്യായം വാക്യം ലൂക്ക 14-ാം അധ്യായം 27-ാം വാക്യം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടു കിട്ടിയിരിക്കുന്നു. ലൂക്ക 15-ാം അധ്യായം 24-ാം വാക്യം. പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ലൂക്ക 15-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. 16-ാം അധ്യായം 10-ാം വാക്യം. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 16-ാം അധ്യായം 13-ാം വാക്യം. താങ്ക് യു.
2024 ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്നവർക്കായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ തുടർച്ചയായി ലോഗോസ് ക്യൂസ് നടക്കുന്നത് വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും രാത്രി ചെറിയൊരു ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഫോൺ നമ്പർ അവസാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.